ഗുഡ് മോർണിംഗ് ഓൾ. ടീച്ച് മീ 24/7 ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തേർഡ് സെമസ്റ്റർ BCom BBA ബേസിക് ന്യൂമെറിക്കൽ സ്കിൽ എന്ന സെഗ്മെൻറ്റിലാണുള്ളത്. അതിൽ തന്നെ നമ്മൾ സ്റ്റാറ്റിറ്റിക്സിൻ്റെ കുറച്ച് തിയറീസ് ആയിരുന്നു നോക്കിയിരുന്നത്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി തിയറീസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സൊക്കെ നമുക്ക് പ്രോബ്ലംസൊക്കെ ഡീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് മുഴുവൻ ചാപ്റ്റേഴ്സും മുഴുവൻ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതുകൊണ്ട് ആദ്യം കുറച്ച് തിയറീസാണ്. അപ്പോൾ തിയറീസിന് നമ്മൾ പറഞ്ഞിരുന്നു ബേസിക് ന്യൂമെറിക്കൽ സ്കില്ലിലുള്ള തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തിയറി വളരെ കുറച്ചേ ഉള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കാതെ പോരുത്. അതിലൊരു പ്രധാന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കളക്ഷൻ ഓഫ് ഡാറ്റ പറഞ്ഞിരുന്നു അല്ലേ? കളക്ഷൻ ഓഫ് ഡാറ്റ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ഓർഗനൈസേഷൻ ഓർ ഓർഗനൈസിങ് ദ ഡാറ്റ. ഓർഗനൈസിങ് ഡാറ്റ മീൻസ് അറേഞ്ച്മെൻറ്റ് ആൻഡ് presenting data in suitable manner for easy to understand. That is called organizing data. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ കിട്ടിയിട്ടുള്ള ഡാറ്റയൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക, അതേപോലെ അതിനെ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. എന്തിനാണ് ഏതൊരാൾക്കും നോക്കാവുന്ന സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ, ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ആ ഓർഗനൈസിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കുള്ളത് ക്ലാസിഫിക്കേഷൻ. Classification of data. What do you mean by classification of data? Classification of data means arranging the data based on the homogeneous character. Based on their homogeneous character. For example, നമുക്ക് പറയുകയാണെങ്കിൽ what do you mean by classification of data? Arranging the data based on their similar character or homogeneous character. Classifying means arranging the data based on their homogeneous character. That means similar character. For example, ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ എന്ത് ചെയ്യാം, കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഒരു ക്ലാസിഫൈയിൽ ഒരു അണ്ടറിൽ വരുത്തുക, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു അണ്ടറിൽ വരുത്തുക, സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു അണ്ടറിൽ വരുത്തുക. അപ്പോൾ എന്താണ്, കൊമേഴ്സ് പഠിച്ച കൊമേഴ്സ് ക്യാരക്ടർ ആയിട്ടുള്ള കൊമേഴ്സിൻ്റെ അണ്ടറിൽ കൊമേഴ്സ് സിമിലർ ക്യാരക്ടറായിട്ടുള്ള വിദ്യാർത്ഥികളാണ് വരുന്നത്. അപ്പോൾ എന്തിൻ്റെ ക്യാരക്ടറിലാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഒരേപോലെയുള്ള ക്യാരക്ടർ. ഇനി നമ്മൾ ഏജ് എടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ 20 to 25 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏജിൽ പെടുത്തുക, 25 to 30. അപ്പോൾ ഏകദേശം സിമിലർ ക്യാരക്ടറാണല്ലോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ മെയിൻലി ക്ലാസിഫൈഡ് ആസ് 2 based on their attributes and based on their variables. Based on their attributes and based on their variables. Based on their attribute means classification on the basis of the qualitative character. That means based on their honesty or intelligence. This cannot be measured. In the case of statistics, we mainly focus for the quantitative information. That means we can easily convert it into the numbers. That is called quantitative character. So here classification on the basis of qualitative character is called attributes. For example, നമ്മൾ പറഞ്ഞു ഇൻ്റലിജൻസ് ഓഫ് എ പേഴ്സൺസ്, അല്ല കുറച്ച് ആളുകളുടെ ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുക, വേറെ എന്താ ഹോണസ്റ്റിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുക, അതൊക്കെ ഒരു ക്ലാസിഫിക്കേഷനാണ്. എങ്കിൽ നമ്മൾ പറയാമെന്നുള്ളൂ. നെക്സ്റ്റാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് classification on the basis of variables. That means based on the quantitative information, either height or weight or mark or age. ഇതൊക്കെ എന്താണ്, ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൈറ്റ്, വെയ്റ്റ്, ഏജ് തുടങ്ങിയ സംഭവങ്ങൾ, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു? ക്ലാസിഫിക്കേഷൻ മീൻസ് അറേഞ്ചിങ് ദ ഡാറ്റ ബേസ്ഡ് ഓൺ their homogeneity characters. Classification mainly classified as 2 on the basis of attributes and on the basis of variables. നമുക്ക് വേരിയബിൾസിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെയ്റ്റ് ആൻഡ് നമ്പർ ഓഫ് പേഴ്സൺസ്. 30 മുതൽ 40 വരെ വെയ്റ്റുള്ള 2 ആൾ അല്ലേ, 2 പേഴ്സൺസ്. 40 മുതൽ 55 പേഴ്സൺസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ടോട്ടലി 25 വരുന്നുണ്ട്. അപ്പോൾ 25 ആളുകളുടെ വെയ്റ്റും എത്ര ഓരോ കാറ്റഗറീൻ്റെ ഉള്ളിൽ വരുന്ന എത്ര വെയ്റ്റുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലമായിട്ടൊക്കെ നമ്മൾ മീൻ, മീഡിയം, മോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നൊക്കെ ഇതാണ്.
അപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്? This kind of classification, that means arranging the data based on their qualitative character, like as category under frequency, number of persons included in the category of frequency. ഇതിന് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് ടേംസുകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കണം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതായത് ടേബിളായിട്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് പ്രോബ്ലമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസുകളുണ്ട്, അത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് അറിഞ്ഞ് നോക്കാം. ഓക്കെ, നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസ്, ഓൾസോ ക്ലാസ് ഇൻ്റർവെൽ. വാട്ട് യു മീൻ ക്ലാസ് ഓർ ക്ലാസ് ഇൻ്റർവെൽ? Class means if we get the huge size of data, or if we collect the large size of data, then we can convert this data into different groups based on different groups. That means we already said that based on the homogeneity, for easy to understand or easily to handle. This classification is called class. That means ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷനിലെ പല ആളുകളുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് കൊടുക്കാത്ത പല റേഞ്ചുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. 30 to 40, 40 to 50 ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ക്ലാസ് ഓർ ക്ലാസ് ഇൻ്റർവെൽ. ഇപ്പോൾ ഇവിടെ 10 ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഹ്യൂജ് ഇൻഫർമേഷൻ ഓർ ഹ്യൂജ് ഡാറ്റ converted into smallest forms or different groups or classes, that is called class or class interval. Next one, class limit ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇത് പ്രോബ്ലം വരുമ്പോൾ ആവശ്യം വരും. എന്താണ് ക്ലാസ് ലിമിറ്റൊക്കെ പ്രോബ്ലത്തിൽ വരുന്നു. അപ്പോൾ ക്ലാസ് ലിമിറ്റ് മീൻസ് in each classes they have the smallest figure and also the highest figure, or the lowest value and the maximum value. That is called class limits. So in this class 30 is the lowest limit and 40 is the maximum limit. മനസ്സിലായല്ലോ. അപ്പോൾ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലുള്ള ലോവസ്റ്റ് വാല്യൂവും ഹയസ്റ്റ് വാല്യൂവും തമ്മിലല്ല ആ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂവും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ക്ലാസ് എന്താ മനസ്സിലായി, ക്ലാസ് ലിമിറ്റ് എന്താ മനസ്സിലായി. Class mark or mid value. Simply, class mark or mid value means it's the midpoint of each class. ഓരോ ക്ലാസ്സിലുള്ള മിഡ് പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് മാർക്ക് ഓർ മിഡ് വാല്യൂ. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഇക്വേഷൻ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ 40 to 50യുടെ ക്ലാസ് ലിമിറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 40 + 50/2 ചെയ്താൽ മതി. So we got 45. 40 to 50ൻ്റെ ക്ലാസ് മാർക്ക് എടുക്കുകയാണെങ്കിൽ, മിഡ് വാല്യൂ എടുക്കണമെങ്കിൽ 40 50 ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 45 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഓർ ക്ലാസ് ഇൻ്റർവെൽ മനസ്സിലായി, ക്ലാസ് ലിമിറ്റ് മനസ്സിലായി, ക്ലാസ് മാർക്ക് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ ആണ്. എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ? ക്ലാസ് ബൗണ്ടറി ആയിട്ടുള്ള അപ്പർ ലിമിറ്റ് ഓഫ് ക്ലാസ് ബൗണ്ടറി, ലോവർ ലിമിറ്റ് ഓഫ് ക്ലാസ് ബൗണ്ടറിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ. അതായത് 50 60 തമ്മിലുള്ള ഡിഫറൻസിനെ. ക്ലാസ് ബൗണ്ടറികളാണ് ഇവിടെ. ബൗണ്ടറി 50 to 60. അപ്പോൾ എന്താ ക്ലാസ് ബൗണ്ടറി എന്നുള്ള ഡൗട്ട് ചിലപ്പോൾ വരാം, അത് നമ്മളിപ്പോൾ പറയാം. അപ്പോൾ ക്ലാസ് ബൗണ്ടറീസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ബൗണ്ടറി നോക്കുക. ക്ലാസ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 2 ക്ലാസ്സുകൾ നോക്കുക, 20 to 29, 30 to 39. ഇവിടെ എന്താണ് ഒരു ചെറിയ ഡിഫറൻസ് കാണുന്നുണ്ട് അല്ലേ. 29 കഴിഞ്ഞ് അടുത്ത 30 ആയി. ഓക്കെ ആണല്ലോ, 30 to 39 വരെ. എന്നാൽ ഇവിടെ ആ ഡിഫറൻസ് ഉണ്ടോ, 40 50, ദെൻ 50 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞത്. ഇൻക്ലൂസീവ് ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലുള്ള ഹയസ്റ്റ് ഫിഗറും ലോവസ്റ്റ് ഫിഗറും ആ ക്ലാസ്സിൽ തന്നെ ഒതുങ്ങി നിൽക്കും, തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പോവില്ല. എന്നാൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ
ഒരു ക്ലാസ്സിലുള്ള ഹയസ്റ്റ് ഫിഗർ, അതായത് ഇപ്പോൾ ഈ ക്ലാസ്സിലുള്ള 50 എന്ന് പറഞ്ഞത് തൊട്ടടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും, ലോവസ്റ്റ് ലിമിറ്റ് ആയിരിക്കും. കിട്ടിയാലോ? എന്താ ഇൻക്ലൂസീവ് എന്താ എക്സ്ക്ലൂസീവ് മാറിപ്പോരുത്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലുള്ള ഹയസ്റ്റ് ഫിഗർ മറ്റൊരു ക്ലാസ്സിൻ്റെ ലോവസ്റ്റ് ലിമിറ്റ് ഫിഗർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ക്ലാസ് ബൗണ്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബൗണ്ടറി എവിടെ ഇടണം? അതിനുവേണ്ടി നമ്മൾ സിമ്പിൾ പ്രോസസ്സാണ്. ലോവസ്റ്റ് ലിമിറ്റിന് എന്ത് ചെയ്യാം, 0.5 കൊണ്ട് മൈനസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ മാറി, 19.5 ആയി മാറും. ഓക്കെ ആണല്ലോ. ഹയസ്റ്റ് ഫിഗറിൻ്റെ കൂടെ എന്ത് ചെയ്യുക, 0.5 ആഡ് ചെയ്യാം. 19.5 29.5. അപ്പോൾ അടുത്ത നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 30 0.5 കുറച്ചാൽ 29.5 വന്നു. 39 കൂടെ 0.5 കൂട്ടിയാൽ 39.5 വന്നു. അടുത്ത പിന്നെ 40. അങ്ങനെ ചെയ്ത് പോവാം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സിന് ബൗണ്ടറി ഇല്ല. ആ ബൗണ്ടറി ഉണ്ടാക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 0.5 ഒക്കെ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ, ക്ലാസ് ഫ്രീക്വൻസി. ക്ലാസ് ഫ്രീക്വൻസി വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കണം. ക്ലാസ് ഫ്രീക്വൻസിയാണ്. ക്ലാസ് ഫ്രീക്വൻസി മീൻസ് ഓരോ ക്ലാസ്സിലുള്ള ഒബ്സർവേഷൻസിൻ്റെ എണ്ണം, number of observation within a class is called class frequency. All these class frequencies, if we add, we get total frequency. So 25 is a total frequency. ഓക്കെ, ഇവിടെ ചൂണ്ടായിരുന്നു, നമ്മളിത് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്താണ്. 25 is a total frequency. 50 to 60യുടെ ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ പറഞ്ഞു. എന്തായിരുന്നു ക്ലാസ് ആൻഡ് ക്ലാസ് ഇൻ്റർവെൽ അല്ലേ? ഓരോ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ചുരുക്കിയിട്ട് പല ക്ലാസ്സുകളാക്കി മാറ്റുന്നു. ക്ലാസ് ലിമിറ്റ് മീൻസ് എന്തായിരുന്നു, ഓരോ ഇതിലുള്ള അപ്പർ വാല്യൂ ലോവർ വാല്യൂ ആണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ് മാർക്ക് ഓർ മിഡ് വാല്യൂ അല്ലേ? അത് തമ്മിലുള്ള ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ മിഡ് പോയിന്റ് കിട്ടും, മിഡ് വാല്യൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ബൗണ്ടറീസ്. അതാണ് നമ്മൾ ബൗണ്ടറീസ് പറഞ്ഞിരുന്നു. അതായത് ഈ ബൗണ്ടറിയിൽ നിന്നുള്ള ഡിഫറൻസേ ഉള്ളൂ, അല്ലാതെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ് ബൗണ്ടറി എന്താ നമ്മൾ പറഞ്ഞു, ഇൻക്ലൂസീവിൻ്റെ നമ്മൾ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ക്ലാസ് ഫ്രീക്വൻസി എന്നുള്ളത് എന്താണ്? ക്ലാസ് ഫ്രീക്വൻസി മീൻസ് ദ ഒബ്സർവേഷൻ വിത്തിൻ എ ക്ലാസ്. ദിസ് ഈസ് കോൾഡ്, ദീസ് ആർ ദ മെയിൻ ടേംസ് റിലേറ്റഡ് വിത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കമൻറ്റ് രൂപത്തിൽ. ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.